നമസ്കാരം. ന്യൂസ് ഡെയിലി കേരളയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീ വിഷയം ഇപ്പോൾ ചാനലായ ചാനലും പത്രങ്ങളായ പത്രങ്ങളുമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഉള്ള ഒരു രാഷ്ട്രീയം, ഒരു യുവതി ഇത്തരത്തിലൊരു പരാതി ഒരു MLA-ക്കെതിരെ 3 മാസം മുമ്പ് ഉന്നയിച്ചപ്പോൾ അത് വെറുതെ ഒരു ഓലപ്പടക്ക് കണക്കെ കത്തിച്ച് കളയാനുള്ളതല്ല, പകരം മാറ്റിവെക്കണം. നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഹുൽ പെണ്ണ് വിഷയം ഒരു മനുഷ്യ ബോംബായി കോൺഗ്രസ്സുകാരൻ്റെ തലവഴി എറിഞ്ഞ് കത്തിച്ച് അപ്പാടെ ആ കുലം മുടിക്കണമെന്നതായിരുന്നു CPM അജണ്ട. പണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ എറിഞ്ഞ പെണ്ണ് ബോംബ് കോടതി ചീറ്റിക്കളഞ്ഞു. ഇതങ്ങനെ വിട്ടുകൂടാ. പഴയ സിനിമയിലെ ജോസ് പ്രകാശ് പറയും പോലെ ഇനി ഇവരെ വളരാൻ വിട്ടുകൂടാ. ഇതായിരുന്നു AKG സെൻറ്ററിൽ നടന്ന ഗൂഢാലോചന. കേരളത്തിൽ ആകമാനം രക്ഷാപ്രവർത്തനം നടത്തുന്ന CPM ഗുണ്ടാ ബെൽറ്റിനിടയിൽ ഒരു ഈച്ച പറന്നാൽ അറിയുന്ന ദൈവതുല്യനായ ആൾ ഇതൊന്നും അറിഞ്ഞില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതൊക്കെ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഡിയാൻ ഒരു നാടകം പോലെ നേരിട്ട് പരാതി സ്വീകരിക്കുന്ന രംഗം. സാധാരണ പീഡന പരാതി വന്നാൽ അത് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയാണ് പതിവ്. അത് വേണ്ട. രാഷ്ട്രീയ അധികായകത്വം ഇതിൽ വേണം. ഇതിനെതിരെ രാഹുൽ എന്ന കോൺഗ്രസ്സുകാരനെ രാഷ്ട്രീയമായി രക്ഷിക്കാൻ ഒരു മൂത്ത കോൺഗ്രസ്സുകാരനെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. ഒരു കോൺഗ്രസ് നേതാവ് നശിച്ച് നാരായണക്കല്ലെടുത്ത് പോയാൽ ആ മണ്ഡലത്തിലെങ്കിലും വരുന്ന തെരഞ്ഞെടുപ്പിൽ തള്ളാൻ പറ്റുമല്ലോ, സീറ്റിന് വേണ്ടി തള്ളാൻ പറ്റുമല്ലോ എന്ന് വിചാരിക്കുന്നവരാണ് സഹ കോൺഗ്രസ്സുകാർ. CPM-കാരെ പോലെ കോൺഗ്രസ്സുകാർക്ക് ഉളുപ്പ് വളരെ കുറവാണ്. രാഷ്ട്രീയത്തിൽ അതില്ലാതെ നിലനിൽക്കാനും കഴിയില്ല. ഓർമ്മയുണ്ടോ 2024 സെപ്റ്റംബർ 24 അന്ന് വടക്കാഞ്ചേരി പോലീസും മരട് പോലീസും രജിസ്റ്റർ ചെയ്ത 2 കേസുകളിൽ മുകേഷ് MLA അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. ലൈംഗിക പീഡന പരാതികളിന്മേൽ നേരത്തെ തന്നെ പരാതിക്കാരികളുടെ വിശദമായ മൊഴി അടക്കം പ്രത്യേക അന്വേഷണ സംഘം അന്ന് ശേഖരിച്ചിരുന്നു. കൂടാതെ പ്രാഥമിക വിവരശേഖരണവും അന്വേഷണ സംഘം നടത്തി. ഇതിന് പിന്നാലെയാണ് പ്രതികളെ ചോദ്യം ചെയ്യുവാനുള്ള നടപടിയിലേക്ക് കടന്നത്. അതേസമയം മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടുള്ള മുകേഷിൻ്റെ ഹർജിയിൽ പരാതിക്കാരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് അന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. അന്ന് മുകേഷിനെ രക്ഷപ്പെടുത്തുവാൻ ഇടത് നേതാക്കൾ ഉപയോഗിച്ച ഒരു വാക്കുണ്ട്: കുറ്റാരോപിതൻ. കുറ്റം കോടതി തെളിയിക്കട്ടെ, പിന്നീട് കാര്യങ്ങൾ ആലോചിക്കാം. പോടെ കോൺഗ്രസ്സേ നിനക്കെന്താ എന്നാണ് അന്ന് CPM എടുത്ത നിലപാട്. ഇതേപോലെ തിരികെ പോടെ CPM എന്ന് പറയാനുള്ള ചങ്കുറപ്പ് ഉണ്ടോ കോൺഗ്രസ് നിങ്ങൾക്ക്? നടക്കുവാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ രാഹുൽ വിഷയം കുടുംബ സദസ്സുകളിൽ തീ പോലെ കത്തും. അല്ലെങ്കിൽ ശബരിമല മോഷണത്തിൽ നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള വോട്ടുകൾ അവിടെ സ്ത്രീപക്ഷത്ത് നിന്നും തിരിച്ചു പിടിക്കും. അതാണ് ഈ പാർട്ടി. അതാണ് ക്യാപ്റ്റൻ പണ്ട് ഒരിക്കൽ പറഞ്ഞത്, നിങ്ങൾ ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല എന്ന്. ശബരിമലയിലെ കട്ടള വരെ ഊരിവിറ്റ് നടത്തിയ വമ്പം മോഷണം ഇനി UDF വോട്ടർമാർക്കിടയിൽ വിളമ്പില്ല. പകരം അന്നേ കരുതി വെച്ച സാക്ഷാൽ പെണ്ണ് ബോംബ് CPM-ൻ്റെ പക്കലുണ്ട്. അത് വരും ദിവസങ്ങളിൽ കോൺഗ്രസ് വോട്ടർമാരുടെ മണ്ടയിലേക്ക് എറിയുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. രാഷ്ട്രീയക്കാർക്കെതിരെ സ്ത്രീ വിഷയം കാലാകാലങ്ങളിൽ ഉയർന്നു വരുമെന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കുകയല്ല. അതിനുള്ളിലെ ക്ലസ്റ്റർ ബോംബുകളെക്കുറിച്ച് പറയുകയാണ്. അതേപോലെ ഒന്നുകൂടിയുണ്ട്, കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം പാർലർ കേസ്. ഐസ്ക്രീം പാർലർ കേസിൽ PK കുഞ്ഞാലിക്കുട്ടിയെ ഒഴിവാക്കാൻ CPM രാഷ്ട്രീയമായി തീരുമാനിച്ചതാണെന്ന വിവാദ വെളിപ്പെടുത്തൽ വേപ്പൻകൊടി മുരളി എഴുതിയ VS അച്യുതാനന്ദൻ്റെ ജീവചരിത്ര പുസ്തകത്തിൽ പറയുന്നു. VS നായനാരും ചടയങ്കോവുന്നതിനും പങ്കാളികളാണെന്ന് ഈ തീരുമാനമെടുത്തതിന് പിന്നിലെന്ന് പിണറായി വിജയൻ കൊല്ലം CPM പാർട്ടി സമ്മേളനത്തിൽ പറഞ്ഞു. ഇങ്ങനെ സ്ത്രീ വിഷയ യഥാർത്ഥത്തിൽ ആളിപ്പടർന്ന് കിടക്കുന്നത് CPM-ലാണ്. ഷൊർണൂർ MLA ആയിരുന്ന PK ശശിക്കെതിരെ DYFI പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നൊരു സ്ത്രീ പരാതി നൽകിയിരുന്നല്ലോ. ഫോണിലൂടെയേ
പീഡനം നടന്നുള്ളൂ എന്നാണ്, നേരിട്ട് നടന്നിട്ടില്ല എന്നാണ് അന്ന് പാർട്ടി പിന്നീട് താത്വികമായി കണ്ടെത്തിയത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശി സ്ത്രീകളുടെ ഫോൺ വാങ്ങി അശ്ലീലം പറഞ്ഞു വന്ന് PV അൻവർ MLA മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകി. അങ്ങനെ സർക്കസുകാരുടെ കൂടാരമാണ് CPM. വേറൊരു കാര്യം, രാഷ്ട്രീയ നേതാക്കൾക്ക് പൊതുജനമധ്യത്തിൽ ഉണ്ടാകേണ്ട അന്തസ്സ് ഉയർത്തിപ്പിടിക്കേണ്ടത് CPM-കാരനും കോൺഗ്രസ്സുകാരനും BJP-കാരനും ഒന്നുപോലെ പാലിക്കേണ്ട മര്യാദയാണ്. കാരണം ഇവർ ജനങ്ങൾക്ക് മാതൃകയാകേണ്ടവരാണ്. EMS-നെയും K. കരുണാകരനെയും നയനാരെയും AK ആൻ്റണിയെയും നമ്മുടെ C. അച്യുതമേനോനൊക്കെ കണ്ട് വളർന്നവരാണ് കേരളീയർ. അവർക്ക് ഒരു പൊതു മൂല്യബോധമുണ്ട്. പവിത്രമായ ആ മൂല്യബോധത്തെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തിരികെ ചുരുട്ടി കേരളീയരുടെ മുഖത്തേക്ക് ഇറങ്ങിയാൽ അതിലെ ദുഷ്ടബുദ്ധി തിരിച്ച് അറിയാത്തവരല്ല പ്രബുദ്ധരായ കേരളീയർ എന്നുകൂടെ പറഞ്ഞുകൊള്ളട്ടെ.